ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് J4 jalumi. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ്. ഇത് നമുക്ക് കമൻറ്റിൽ റിക്വസ്റ്റ് വന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. വേവിച്ച് വെച്ച ബസുമതി അരിയാണ്, 1/2 കിലോ അരിയാണ് നമ്മളിത് വേവിച്ച് വെച്ചത്. 1/2 ക്യാപ്സിക്കം, 1 ക്യാരറ്റ്, 1/2 കാബേജ്, പിന്നെ ഉപ്പും കുരുമുളകും മസാലപ്പൊടിയും സോയാ സോസും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. 2 മുട്ടയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. കുരുമുളക് പൊടി, സോയാ സോസ്, സിർക്ക. ഒരു പാൻ വെച്ച് നമ്മൾ അതിലേക്ക് 1 കപ്പ് വെള്ളവും അരിയും കുറച്ച് ഉപ്പും ഓയിലും ചേർത്ത് നമ്മൾ അരി വേവിക്കുകയാണ്. നമുക്കിനി ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചു, നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ കുറച്ച് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കുകയാണ്. നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ചിക്കനിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടതല്ലേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കാബേജ് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുകയാണ്. സ്വല്പം സോയാ സോസ്. നമ്മൾ ചിക്കനിൽ ചേർത്തിരുന്നു, എന്നാലും കുറച്ചും കൂടി ചേർക്കണം. പിന്നെ കുറച്ച് സിർക്ക. മറ്റൊരു പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച റൈസ് ചേർക്കാം. കുറച്ച് ചേർത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം.
നല്ലവണ്ണം മസാല യോജിപ്പിച്ച് കൊടുക്കണം. അരിയൊന്നും നമുക്കിങ്ങനെ ഉടനെ പോകാൻ പാടില്ല. സ്ലോലി യോജിപ്പിച്ച് കൊടുക്കുക. ബാക്കി വന്ന റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയത് ചില്ലി ചിക്കനാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1/2 കിലോ റൈസ് വെച്ച് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. 1/2 കിലോ റൈസിന് വലിയ മഗ് വെള്ളം എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ആൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് പാസ്ത ചെയ്യാനുണ്ട്. ആ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ലൈറ്റായി പോയത്. കാരണം എൻ്റെ കയ്യിൽ 2 റെസിപ്പീസ് ഉണ്ട് പാസ്തയുടെ. ഫ്രഷ് ക്രീം വെച്ചിട്ടും ചീസ് വെച്ചിട്ടും ചെയ്യുന്നത്. അത് രണ്ടും 2 റെസിപ്പീസാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത ഒന്നും കൂടി കമൻറ്റ് ചെയ്താൽ വേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇൻഷാല്ല നമുക്ക് നോക്കാം, രണ്ടും ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.